ബംഗാളിലെ കോൺഗ്രസിനും CPIM-നും ഒക്കെ BJP-യുമായി കൂട്ടുകൂടാനാണ് താല്പര്യം. ബംഗാളിലെ യൂണിറ്റ് കോൺഗ്രസിന് BJP-യുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. അതുകൊണ്ടാണ് തൃണമൂൽക്കാരെ തോൽപ്പിക്കാൻ തിരഞ്ഞുപിടിച്ച് അവിടെ ശ്രമങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയൊക്കെ വെച്ച് കീറുകയാണ്. ബംഗാളിലെ കോൺഗ്രസിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുകയായിരുന്നു വാസ്തവത്തിൽ ബഹ്റാംപൂർ MP കൂടിയായിട്ടുള്ള ബംഗാളിലെ PCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി ചെയ്തത്. അദ്ദേഹത്തിനോട് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടു, ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസുമായി ഒരു ബാന്ധവം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് എത്തിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാവരെയും പരിഹസിക്കുന്ന രീതിയായിരുന്നു. 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ മുഴുവൻ സീറ്റുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗിക ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു മമതയുടെ ആദ്യ ഡിമാൻഡ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ നേടി. ഇടതു മുന്നണിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന നിരവധി സീറ്റുകൾ അവിടെ ഇപ്പോഴുമുണ്ട്. മാൽഡ മേഖലയിലും ബഹ്റാംപൂർ മേഖലയിലും മുർഷിദാബാദ് മേഖലയിലുമൊക്കെ അതിശക്തമായി കോൺഗ്രസിന് തിരിച്ചുവരവിന് സാധ്യതയുള്ള മേഖലകളാണ്. അതിൽ തന്നെ മാൽഡയിലും ബഹ്റാംപൂരിലും കോൺഗ്രസ് MP-മാരുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഈ ഫോർമുലയുമായി ഒത്തുപോവുക? അപ്പോൾ പിന്നെ അവർ ഒരു ഉപാധി വെച്ചു, 2 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാം. ഇവരുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായി അവിടെ എല്ലായിടത്തും അവരുടെ ഇഷ്ടത്തിന് മത്സരിക്കണം എന്ന രീതിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ ആഗ്രഹം സാധൂകരിച്ചത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ബംഗാളിലെ കോൺഗ്രസ് BJP-യുടെ B ടീമാണ് എന്ന രീതിയിലാണ്. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസും എത്ര നാൾ BJP-യുമായി ബാന്ധവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 99-ൽ വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിന്റെ BJP പിന്തുണയും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് വാസ്തവത്തിൽ ഗുണ്ടാ രാഷ്ട്രീയത്തിലൂടെ, അക്രമ രാഷ്ട്രീയത്തിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ BJP-യെ പടർന്ന് പന്തലിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തിയത്. എന്നിട്ടാണ് അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് കോൺഗ്രസിനെ തേജാവധം ചെയ്ത് കളയാം എന്നുള്ള ഡയലോഗുമായി ഇപ്പോൾ മമത വീണ്ടും രംഗത്ത് വരുന്നത്. ബംഗാളിലെ മുഴുവൻ അമ്മമാരോടും സഹോദരിമാരോടും ഞാൻ പറയുകയാണ്, ബംഗാളിൽ തൃണമൂലിന് വോട്ട് ചെയ്യണം. കാരണം ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാൻ വന്നവരാണ് എന്ന കല്ല് വെച്ച നുണ പറഞ്ഞ് വോട്ട് പിടിക്കാമെന്നാണ് മമതയുടെ വിചാരം. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇനി തൃണമൂലിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയുമില്ല. ലോക്സഭയിൽ തൃണമൂലിൻ്റെ അംഗസംഖ്യ 5 സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് തൃണമൂൽ അടവ് മാറ്റിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകില്ല. ജനങ്ങൾ പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കരുത് എന്നാണ് മമതയോട് അധിർ രഞ്ജൻ ചൗധരി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്.